ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ച വൻകൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. എടുത്തുയർത്താൻ കഴിയാത്തത്ര വലിയ മാനസിക ഭാരങ്ങളും പേറി ജീവിതം മടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, കരിയറിലെ സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഇനി ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ വയ്യാത്തവണ്ണം നമ്മുടെ മനസ്സ് തളർന്നു പോയിട്ടുണ്ടോ? പ്രിയ സഹോദരി സഹോദര, ലോകം തരുന്ന എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ച് നമ്മുടെ തളർന്ന ഹൃദയത്തിന് ആരും തരാത്ത വലിയൊരു മനസ്സമാധാനവും പുതിയൊരു ഊർജവും നൽകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 11:28 വചനം ഇപ്രകാരം പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുക്രിസ്തു പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട വരുവാനിരിക്കുന്ന മശീഹയാണെന്ന് തെളിയിക്കുകയാണ് വിശുദ്ധ മത്തായിയുടെ പ്രധാന ലക്ഷ്യം. ജീവിതത്തിന്റെ കഠിനമായ വഴികളിൽ തളർന്നു പോകുന്ന ഏതൊരു മനുഷ്യനും പുതിയൊരു ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണ് ഇത്. യേശുക്രിസ്തു ഗലീലയിലെ വലിയൊരു ജനക്കൂട്ടത്തെ നോക്കിയാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. അക്കാലത്ത് ജീവിച്ചിരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ആകെ തളർന്നിരിക്കുകയായിരുന്നു. മത നേതാക്കൾ നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാരം ജനങ്ങളുടെ മേൽ ചുമത്തിയിരുന്നു. ഒരു വശത്ത് റോമാ സാമ്രാജ്യത്തിന്റെ ക്രൂരമായ ഭരണവും നികുതി ഭാരവും, മറുവശത്ത് അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും ജനങ്ങളുടെ മേൽ ഏൽപ്പിച്ച 600-ലധികം കഠിനമായ മത നിയമങ്ങളും. എങ്ങനെ ജീവിക്കണമെന്നറിയാതെ കുറ്റബോധത്തിലും കഠിനാധ്വാനത്തിലും ജീവിച്ച ആ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി അവരെ ആ നിയമങ്ങളുടെ തടവറയിൽ നിന്നും സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് യേശു ഈ സ്നേഹത്തോടെയുള്ള ക്ഷണം നൽകുന്നത്. ജനങ്ങൾ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി തിരയുകയായിരുന്നു. അപ്പോഴാണ് യേശു അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുവിൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ വചനത്തിൽ യേശു 2 കൂട്ടർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും വിജയം നേടാൻ വേണ്ടി കഠിനമായി ഓടി മടുത്തവരാണ് അധ്വാനിക്കുന്നവർ. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ തങ്ങൾ വരുത്തി വയ്ക്കാത്ത തകർച്ചകൾ കൊണ്ടോ ജീവിതത്തിൽ വലിയൊരു ഭാരം ചുമക്കേണ്ടി വന്നവരാണ് ഈ നമ്മളൊക്കെ. നമ്മൾ ഇതിൽ ഏത് അവസ്ഥയിലാണെങ്കിലും യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുവിൻ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം നല്ലൊരു മനുഷ്യനായി വരാനല്ല യേശു പറയുന്നത്, മറിച്ച് നിങ്ങൾ തകർന്നിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ആ ഭാരങ്ങളോടെ, ആ പ്രയാസങ്ങളോടെ, ആ വേദനകളോടെ അത് അവൻ്റെ അടുക്കിലേക്ക് വരാനാണ് ആവശ്യപ്പെടുന്നത്. തുടർന്ന് യേശു പറയുന്നുണ്ട്, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിനെന്ന്. പണ്ട് കാലത്ത് 2 കാളയെ ഒന്നിച്ച് കെട്ടി നിലം ഉഴുതുമറിക്കുന്ന ആ തടിയാണ് ഈ നുകം. നമ്മൾ യേശുവിനോട് ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഭാരമുള്ള ഭാഗം യേശു തൻ്റെ ചുമലിൽ ഏറ്റുന്നു. പിന്നെ നമ്മൾ തനിച്ചല്ല ആ ഭാരം ചുമക്കുന്നത്. കാരണം നമ്മുടെ പാപങ്ങളുടെയും ശാപങ്ങളുടെയും കഠിനമായ ആ ഭാരം സ്വന്തം ചുമലിലേറ്റി ആ കാൽവറിയുടെ ഉന്നതങ്ങളിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ചിന്തിയവനാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ആ യേശു ക്രിസ്തു. നമ്മുടെ ഭാരങ്ങൾ യേശുവിനറിയാം. ഇന്ന് പലരും പലവിധ ഭാരങ്ങൾ ചുമക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ജോലിയിലെ സമ്മർദ്ദങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, നിരാശ, ഏകാന്തത. എന്നാൽ യേശുവിന് നമ്മുടെ ഭാരങ്ങളും കൃത്യമായിട്ട് അറിയാം. അവൻ അസാധ്യമായത് ഒന്നുമില്ല. അവൻ വിളിക്കുന്നു, എൻ്റെ അടുത്തേക്ക് വരിക. ഈ ക്ഷണം എല്ലാവർക്കും ഉള്ളതാണ്. യേശു പറയുന്നു, എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവൻ. ഇവിടെ വേർതിരിവില്ല. ധനികനോ ദരിദ്രനോ, യുവാവോ വയോധികനോ, വിദ്യാഭ്യാസം ഉള്ളവനോ ഇല്ലാത്തവനോ, എല്ലാവർക്കും ഈ ക്ഷണം ബാധകമാണ് അല്ലെങ്കിൽ ലഭ്യമാണ്.
ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. യേശു നൽകുന്ന ആശ്വാസം ആത്മാവിൻ്റെ വിശ്രമമാണ്. ഇവിടെ യേശു പറയുന്ന ആശ്വാസം ശാരീരിക വിശ്രമം മാത്രമല്ല, അത് ആത്മീയ സമാധാനമാണ്, ക്ഷമയുടെ സന്തോഷമാണ്. പ്രതിസന്ധികളിൽ പോലും നിലനിൽക്കുന്ന ഒരു ആശ്വാസമാണ്, സമാധാനമാണ്. നാം എന്താ ചെയ്യേണ്ടത്? നാം പ്രതികരിക്കണം. യേശു ക്ഷണിക്കുന്നു, വരുവീൻ. ഈ ക്ഷണം സ്വീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. നമ്മുടെ ഭയങ്ങൾ അവനോട് ഏൽപ്പിക്കണം. നമ്മുടെ ജീവിതം അവനിൽ ഉറച്ചു വിശ്വസിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആകുലതകളെ ഓർത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചുകൂട്ടുന്നത് ഇന്ന് നിർത്തുക. നമ്മുടെ എല്ലാ ഭാരങ്ങളും അവൻ്റെ തൃപ്പാദത്തിൽ ഇറക്കി വയ്ക്കുക. ലോകത്തിന് തരാൻ കഴിയാത്ത വലിയൊരു വിശ്രമവും സമാധാനവും ആശ്വാസവും അവൻ നമ്മുടെ ഹൃദയത്തിന് നൽകും. കുരിശു ചുമന്ന രക്ഷകൻ നമ്മുടെ ഭാരങ്ങളും ചുമക്കാൻ ശക്തനാണ്, അവൻ തയ്യാറുമാണ്. ഇന്ന് നാം ക്ഷീണിതരായിരിക്കാം, നിരാശരായിരിക്കാം, ഭാരങ്ങളാൽ തകർന്ന് തരിപ്പണമായിരിക്കാം. എന്നാൽ യേശു ഇന്നും പറയുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ. അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. അവൻ നമ്മെ സ്വീകരിക്കും. അവൻ നമ്മെ ശക്തിപ്പെടുത്തും. അവൻ നമ്മെ ആശ്വസിപ്പിക്കും. കർത്താവ് നമ്മെ ആശ്വാസത്താലും സമാധാനത്താലും പ്രത്യാശയാലും നിറയ്ക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ജൂൺ മാസം 14-ാം തീയതി തിങ്കളാഴ്ച നിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവേ, ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു, ഭരമേൽപ്പിക്കുന്നു. കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് നിന്റെ ശബ്ദം കേൾക്കുന്നു. ഭാരം ചുമക്കുന്നവരെ, തളർന്നിരിക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവേ, ഞാൻ തകർന്നിരിക്കുകയാണ്. കർത്താവേ, നിന്റെ മക്കൾ, ഈ വചനം കേൾക്കുന്ന മക്കൾ, അവർ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവർക്ക് വേദനകൾ ഒത്തിരിയുണ്ട്, സങ്കടങ്ങൾ ഒത്തിരിയുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ കാണുന്നവനാണ്. കുടുംബ തകർച്ചയിലാണ്. പങ്കാളിയുമായിട്ടുള്ള ജീവിതം മടുത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. സഹോദരങ്ങളായിട്ട് പ്രശ്നങ്ങളാണ്. കൂട്ടുകാരായിട്ട് ജോലിയിൽ പ്രയാസങ്ങളാണ്. ശാരീരിക വേദനകൾ അനേകമാണ്. മാനസിക രോഗങ്ങൾ അനേകമാണ്. കർത്താവ്, ജോലിയില്ലാതെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന, ഒന്ന് ചികിത്സിക്കാൻ പോലും വകയില്ലാതെ നെട്ടോട്ടമോടുന്ന മക്കളാണ് കർത്താവേ ഈ ഓരോരുത്തരും. കർത്താവേ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നീ അനുഗ്രഹിക്കുന്നവനാണ്. എല്ലാവരെയും പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അധ്വാനങ്ങളും ഭാരങ്ങളും വേദനകളും അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് ആശ്വാസം നൽകണമേ, സൗഖ്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, ആശ്വാസം പ്രദാനം ചെയ്യണമേ. ഈ നിമിഷം അവരെ നീ തൊടണമേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് പൂർണ്ണമായിട്ട് അഭിഷേകം കൊടുക്കണമേ. പിശാച് അവരെ തൊടുവാൻ നീ അനുവദിക്കരുതേ. സകല അന്ധാര ശക്തികളിൽ നിന്ന് വിടുതൽ നൽകി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ശിഷ്ട ജീവിതം നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കണമേ. എത്ര വലിയ പ്രതിസന്ധികളായാലും, എത്ര വലിയ ബുദ്ധിമുട്ടുകളായാലും, എത്ര വലിയ വിഷമതയിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും കർത്താവ്, ഈ നിമിഷം അവരെ നീ തൊടണമേ. കർത്താവെ, നീ ആശീർവദിക്കണമേ. നിന്റെ ചിറയന്മാരിൽ മറയ്ക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും കർത്താവെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളിലേക്ക് വരുന്നു കർത്താവെ. ആശ്വാസദായകൻ നീ മാത്രമാകുന്നു എന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. അടിയങ്ങൾ ബലഹീനരും പാപികളുമാകുന്നു കർത്താവേ. പലപ്പോഴും നിന്നെ വിട്ട് ഞങ്ങൾ മാറിപ്പോയി. ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ മുഴുകി കർത്താവേ നിനക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും സംശയത്തോടെ കണ്ടിട്ടുണ്ട്. എങ്കിലും നീ മഹാകാരുണ്യവാനാണ്. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി, ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ സമൃദ്ധമായി ഞങ്ങളെ നടത്തി. പലപ്പോഴും നിന്നെ മറന്നു പോയിട്ടും നീ മറക്കാത്തവനാ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും
ഈ നിമിഷം നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടെ ഈ ദിവസം കഴിച്ചു കൂട്ടുവാൻ, ഇനിയുള്ള ജീവിതം കഴിച്ചു കൂട്ടുവാൻ, നിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ തക്കവണ്ണം വൻകൃപ നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായി ഏറ്റെടുത്ത് നിന്റെ മക്കളെ നീ രക്ഷിക്കണമേ. സമാധാനം നീ കൊടുക്കണമേ, സന്തോഷം നീ കൊടുക്കണമേ. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പ്ലാൻ പദ്ധതികളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. വഴി നടത്തിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം നീ ഞങ്ങളെ വഴി നടത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇനിയുള്ള ജീവിതം മുഴുവനും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.